Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 99th ലെസനാണിത്. ഈ ലെസണിലൂടെ സ്പ്ലൈൻ ഫില്ലറ്റ് എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പ്ലൈനിനെ ഫില്ലറ്റ് ചെയ്യുന്നതും സ്പ്ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മൾ ഈ ഒരു ഷേപ്സിലാണ് സ്പ്ലൈൻ ഫില്ലറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു ഓപ്പൺ വെർട്ടെക്സുകൾ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഓപ്പൺ വെർട്ടെക്സിലാണ് ഈ ഒരു സ്പ്ലൈൻ ഫില്ലറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. സ്പ്ലൈൻ ഫില്ലറ്റ് എന്ന സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിനെ ഒരു ബട്ടനായോ ഈസിയായി ആക്സസ് ചെയ്യുവാനായി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെടുക്കുന്ന കോഡ് മെനുവിലേക്കോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കോഡ് മെനുവിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൽ സ്പ്ലൈൻ ഫില്ലറ്റ് A to B, സ്പ്ലൈൻ ഫില്ലറ്റ് B to A, സ്പ്ലൈൻ ഫില്ലറ്റ് കോർണർ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യമായി സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഈ ഓപ്പൺ വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു വെർട്ടെക്സുകൾ എക്സ്റ്റെൻഡ് ആയി നമുക്കിവിടെ ഈ ഒരു ഫില്ലറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ലൈൻസ് 0 ജോയിൻ്റ് ആയിട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വെൽഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെർട്ടെക്സുകളെ നമുക്ക് ക്വിക്കായി വെൽഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇവിടെ നമുക്ക് ഈ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകൾ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകളെയാണ് ഇനി നമ്മൾ ഈ ഒരു ഫില്ലറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നമുക്കിവിടെയും ഈ ഒരു ഫില്ലറ്റ് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വെൽഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഫില്ലറ്റ് നമ്മളുടെ ഷേപ്പുമായി നമ്മളിവിടെ വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ ലഭിച്ചിരിക്കുകയാണ്. ഒരു ക്യാനിൻ്റെ ഓപ്പണർ പോർഷനാണ് നമ്മളിവിടെ ഈ ഒരു സ്പ്ലൈൻ യൂസ് ചെയ്തുകൊണ്ട് മോഡൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന മോഡലുകളിൽ നമുക്ക് വളരെ ഈസിയായി ഒരു ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി സ്പ്ലൈൻ ഫില്ലറ്റിൽ സ്പ്ലൈൻ ഫില്ലറ്റ് A to B, സ്പ്ലൈൻ ഫില്ലറ്റ് B to A ഈ രണ്ട് ഫില്ലറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകൾ കാണാവുന്നതാണ്. നമ്മളിവിടെ ഒരു ഫില്ലറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഒരു ലോങ് ഏരിയ A ആണ്, ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഏരിയ B ആയിട്ടുമാണ് ഈ ഒരു ഫില്ലറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ രണ്ട് വെർട്ടെക്സുകൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കുവാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോങ് ആയ ഏരിയ അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയും ഷോർട്ട് ആയിട്ടുള്ള ഏരിയ എക്സ്റ്റെൻഡ് ആയി രണ്ട് ഓപ്പൺ വെർട്ടെക്സുകളുടെ ഏരിയയിൽ ഒരു ഫില്ലറ്റ് ക്രിയേറ്റ് ആവുന്നതുമാണ്. നമുക്ക് ആദ്യം ഈ ഒരു സ്പ്ലൈൻ ഫില്ലറ്റ് A to B എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാം ഈ ഒരു ലോങ് ഏരിയ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ ഷോർട്ടായിട്ടുള്ള ഏരിയ എക്സ്റ്റെൻഡ് ആവുകയും നമുക്കിവിടെ ഒരു ഫില്ലറ്റ് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാനിതിൽ അൺഡു പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു വെർട്ടെക്സുകൾ വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് സ്പ്ലൈൻ ഫില്ലറ്റ് B to A എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ലോങ് ഏരിയ ഇവിടെ ഷോർട്ട് ആവുകയും ആ ഷോർട്ട് ലൈനിൻ്റെ ലെവലിൽ നമുക്ക് ഈ ഒരു ഫില്ലറ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് സ്പ്ലൈൻ ഫില്ലറ്റിൽ A to B ആൻഡ് B to A തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തായി നമുക്ക് ഈ രണ്ട് സ്പ്ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്പ്ലൈൻ ഫില്ലറ്റ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിനായി ഡിഫറെൻറ്റ് ലൈൻസ് തമ്മിൽ അറ്റാച്ച് ആയിരിക്കേണ്ടതാണ്. നമുക്ക് ആദ്യം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിനെ അറ്റാച്ച് ചെയ്യാം. ഞാൻ ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു അറ്റാച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിനെ അറ്റാച്ച് ചെയ്യാം. നമ്മളിവിടെ രണ്ട് ലൈൻസും അറ്റാച്ച് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്പ്ലൈൻ ഫില്ലറ്റ് കോർണർ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്.
നമുക്ക് കാണാം നമ്മുടെ രണ്ട് വെർട്ടെക്സുകളും എക്സ്റ്റെൻഡ് ആയി ഒരു കോർണറായി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്പ്ലൈൻ ഫില്ലറ്റ് കോർണർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോസ്ഡ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. സ്പ്ലൈൻ മോഡലിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസുകളാണ് സ്പ്ലൈൻ ഫില്ലറ്റ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ ലഭിക്കുന്നത്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ കോഡ് മെനുവിലേക്ക് ആഡ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റുകളെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനൊരു ബട്ടനായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസിൽ കോഡ്സ് എന്ന ഈ ഒരു സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിതിൽ കാറ്റഗറിയിൽ 3D R&D എന്ന ഈ ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇനി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഡ് മെനുവിലേക്ക് ആഡ് ചെയ്യുന്നതിനായി നമുക്കിതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു കോഡ് മെനു ലിസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ ഈ ഒരു 3 സ്ക്രിപ്റ്റിനെയും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റുകൾ കോഡ് മെനുവിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു വിൻഡോയിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ ഒരു കോഡ് മെനുവിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ പ്രൊജക്റ്റുകളിൽ സ്പ്ലൈൻ മോഡലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ക്വിക്കായി ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.